ഇറാന്റെ അടുത്ത മാസ്റ്റർ പ്ലാൻ എന്താണ്? ഇറാന്റെ അടുത്ത രാഷ്ട്രീയ അധ്യായം ലാരിജാനിയിലൂടെയാണോ എഴുതപ്പെടുന്നത്? ആരാണ് അലി ലാരിജാനി? മിഡിൽ ഈസ്റ്റ് ഒരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇറാന്റെ മിസൈലുകളിലേക്കോ ഡ്രോണുകളിലേക്കോ മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. മറിച്ച് ടെഹ്റാനിലെ അതീവ സുരക്ഷിതമായ ഭരണകൂട ഇടനാഴികളിൽ പതിയെ മുഴങ്ങുന്നത് മറ്റൊരു ചോദ്യമാണ്. ഖമേനിക്ക് ശേഷം ആര്? അതായത് പതിറ്റാണ്ടുകളായി ഇറാന്റെ പരമോന്നത നേതാവായി തുടരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമി ആരായിരിക്കുമെന്നത്. അത് കേവലം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ഭൂകമ്പമാണ്. ഈ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ പൊടുന്നനെ അധികാരത്തിന്റെ മുൻനിരയിലേക്ക് ഒരു പേര് വീണ്ടും ഉയർന്നു കേൾക്കുന്നു: അലി ലാരിജാനി. അദ്ദേഹം ആരാണ്? എന്തിനാണ് ഇറാന്റെ ഏറ്റവും നിർണായകമായ ഈ ഘട്ടത്തിൽ ഒരു തത്വചിന്തകനായ രാഷ്ട്രീയക്കാരനെ ഖമേനി തന്റെ വലം കൈയായി തിരികെ കൊണ്ടുവന്നത്? ഇറാന്റെ അടുത്ത 10 വർഷത്തെ ഭാവി നിർണയിക്കാൻ പോകുന്ന ആ മാസ്റ്റർ പ്ലാൻ എന്താണ്? നമുക്ക് പരിശോധിക്കാം. ഇറാന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവിടെ നേതാക്കൾ വരികയും പോവുകയും ചെയ്യാറുണ്ട്. എന്നാൽ അലി ലാരിജാനി എന്നും ആ വ്യവസ്ഥിതിയുടെ ഹൃദയഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. 1957 ഇറാഖിലെ നജാഫിൽ ജനിച്ച അദ്ദേഹം ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല. ഇറാന്റെ വിപ്ലവാനന്തര ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കുടുംബങ്ങളിലൊന്നായ ലാരിജാനി സഹോദരന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ഗണിതശാസ്ത്രവും കമ്പ്യൂട്ടർ സയൻസും പഠിച്ച ശേഷം തത്വചിന്തയിൽ ഡോക്ടറേറ്റ് നേടിയ ഒരാൾ എങ്ങനെയാണ് ഇറാന്റെ സുരക്ഷാ ഏജൻസികളുടെ തലവനായത്? അതാണ് ലാരിജാനിയുടെ പ്രത്യേകത. അദ്ദേഹം ഒരു പ്രാഗ്മാറ്റിക് കൺസർവേറ്റീവ് ആണ്. അതായത് ആശയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ പ്രായോഗികമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന വ്യക്തി. 2000-കളിൽ ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധങ്ങളുമായി വളഞ്ഞു. അന്ന് ഇറാന്റെ ഭാഗത്തു നിന്ന് ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് ലാരിജാനിയായിരുന്നു. യൂറോപ്യൻ നയതന്ത്രജ്ഞരെ സംഭാഷണത്തിലൂടെ കുഴപ്പിച്ച കടുത്ത നിലപാടുകൾക്ക് പേരുകേട്ട ചർച്ചക്കാരനായിരുന്നു അദ്ദേഹം. 12 വർഷം ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിരുന്ന കാലയളവ് അദ്ദേഹത്തെ ഒരു മികച്ച ക്രൈസിസ് മാനേജറാക്കി മാറ്റി. ഇറാന്റെ ഉള്ളിലെ തീവ്ര വിഭാഗങ്ങളെയും മിതവാദികളെയും ഒരേ നൂലിൽ കോർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇത് കേവലം രാഷ്ട്രീയമല്ല, മറിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള കരുനീക്കങ്ങളായിരുന്നു. ഇറാനിലെ യുവതലമുറയ്ക്കും ടെക്നോക്രാറ്റുകൾക്കും, അതായത് സാങ്കേതിക വിദഗ്ധർക്കുമെല്ലാം ലാരിജാനിയോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഭരണപരമായ പരിഷ്കാരങ്ങൾക്കും സാമ്പത്തിക സുസ്ഥിരതയ്ക്കും അദ്ദേഹം പ്രാധാന്യം നൽകുന്നു എന്നത് ഒരു വലിയ വിഭാഗത്തെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്നു. ചില നേതാക്കൾ പ്രസംഗങ്ങളിലൂടെ ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്നു, എന്നാൽ മറ്റു ചിലരാകട്ടെ നിശബ്ദമായ കരുനീക്കങ്ങളിലൂടെ ചരിത്രത്തിന്റെ ഗതി മാറ്റുന്നു. അലി ലാരിജാനി രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ഇറാന്റെ ഓരോ മിസൈൽ പരീക്ഷണത്തിന് പിന്നിലും ഓരോ നയതന്ത്ര കരാറിന് പിന്നിലും ലാരിജാനി എന്ന തന്ത്രജ്ഞന്റെ സൂക്ഷ്മമായ സ്പർശമുണ്ട്. ഇറാന്റെ പരമോന്നത നേതൃത്വം ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ ആ കപ്പലിനെ സുരക്ഷിതമായി കരയ്ക്കടുപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട കപ്പിത്താനാണ് അദ്ദേഹം. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഉപരോധങ്ങൾ നീക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളുമായി ഒരു ബാക്ക് ചാനൽ ഡിപ്ലോമസി നടത്താൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി ലാരിജാനിയാണെന്ന് നിരീക്ഷകർ കരുതുന്നു. ആധുനിക കാലത്തെ യുദ്ധങ്ങൾ വെടിയുണ്ടകൾ കൊണ്ടല്ല, മറിച്ച് ഡാറ്റയും അൽഗോരിതങ്ങളും കൊണ്ടാണ് ജയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന നേതാവാണ് അദ്ദേഹം. കുറച്ചു കാലമായി ലാരിജാനി രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ 2025 സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രധാന പദവിയിലേക്ക് അദ്ദേഹം നിയമിതനാകുമ്പോൾ ഇറാന്റെ സന്ദേശം വ്യക്തമാണ്. അമേരിക്കയും ഇസ്രയേലും സമ്മർദ്ദം ശക്തമാക്കുമ്പോൾ രാജ്യത്തെ നയിക്കാൻ പരിചയസമ്പന്നനായ ഒരു നയതന്ത്രജ്ഞൻ വേണം. ലാരിജാനിയുടെ നിയമനം സൂചിപ്പിക്കുന്നത് ഇറാന്റെ ഡിഫൻസ് സ്ട്രാറ്റജിയിൽ വരുന്ന മാറ്റത്തെയാണ്. വെറും വൈകാരികമായ പ്രതികരണങ്ങളല്ല, മറിച്ച്
ആഗോള രാഷ്ട്രീയത്തിലെ ഓരോ ചലനവും നിരീക്ഷിച്ചു കൊണ്ടുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് ഇനി ഇറാനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഇറാന്റെ പരമോന്നത നേതാവാകാൻ ആവശ്യമായ മതപദവി ലാരിജാനിക്കില്ലായിരിക്കാം. എന്നാൽ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഇറാന്റെ എല്ലാ അധികാര കേന്ദ്രങ്ങളെയും, അതായത് സൈന്യമാകട്ടെ, മതനേതൃത്വമാകട്ടെ, ഭരണകൂടമാകട്ടെ, ഇവയെല്ലാം ഏകോപിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അദ്ദേഹമാണ്. ഖമേനിക്ക് ശേഷം വരാൻ പോകുന്ന പുതിയ നേതൃത്വത്തിന് ഒരു മെന്ററായോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷാ ഉപദേഷ്ടാവായോ ലാരിജാനി തുടരും. എന്നാൽ അദ്ദേഹത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല. സാമ്പത്തിക ഉപരോധങ്ങൾ. ഈ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ കരകയറ്റും? പക്ഷേ ലാരിജാനിയുടെ മുന്നിലുള്ള വഴി അത്ര സുഗമമല്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇറാന്റെ ഉള്ളിൽ തന്നെ വലിയൊരു വിഭാഗം യുവാക്കൾ മാറ്റത്തിനായി ദാഹിക്കുന്നുണ്ട്. കർശനമായ മത നിയമങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും അവരെ ഭരണകൂടത്തിന് എതിരാക്കിയിട്ടുണ്ട്. ഈ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുക എന്നതിനേക്കാൾ സാവധാനം പരിഷ്കരണങ്ങളിലൂടെ ജനങ്ങളെ ശാന്തരാക്കുക എന്ന തന്ത്രമായിരിക്കും ലാരിജാനി സ്വീകരിക്കാൻ സാധ്യത. തത്വചിന്തകനായ അദ്ദേഹം അധികാരത്തെ കേവലം ബലപ്രയോഗത്തിലൂടെയല്ല, മറിച്ച് ജനങ്ങളുടെ ബോധ്യത്തിലൂടെ നിലനിർത്തണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഖമേനിക്ക് ശേഷമുള്ള ഇറാനിൽ ഒരുപക്ഷെ കൂടുതൽ പ്രായോഗികമായ ലോകവുമായി കൂടുതൽ സംവദിക്കുന്ന ഒരു ഭരണശൈലി ലാരിജാനിയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചേക്കും. കടുത്ത ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ അന്തസ്സും നിലനിൽപ്പും ഉറപ്പാക്കുക എന്ന ഹിമാലയൻ ദൗത്യമാണ് ഈ തന്ത്രജ്ഞനെ കാത്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യയുമായുള്ള ഇറാന്റെ ബന്ധം എന്നും സംഘർഷഭരിതമായിരുന്നു. എന്നാൽ സമീപകാലത്ത് ഈ രണ്ട് ശക്തികളും തമ്മിലുണ്ടായ നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിൽ ലാരിജാനിയെ പോലുള്ള നേതാക്കളുടെ ദീർഘവീക്ഷണം വലുതാണ്. ചൈനയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്ക് പിന്നിൽ ലാരിജാനിയുടെ നിശബ്ദമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. മേഖലയിൽ ഒരു വലിയ യുദ്ധം ഉണ്ടായാൽ അത് ഇറാന്റെ സാമ്പത്തിക വളർച്ചയെ പിന്നോട്ടടിക്കുമെന്ന് അദ്ദേഹം കൃത്യമായി വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനോടുള്ള കടുത്ത നിലപാടുകൾ തുടരുമ്പോൾ തന്നെ മറ്റ് അറബ് രാജ്യങ്ങളുമായി സഹകരിച്ച ഒരു പ്രാദേശിക കൂട്ടായ്മ രൂപീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. ഇത് അമേരിക്കയുടെ മേഖലയിലുള്ള സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇറാന്റെ ലുക്ക് ഈസ്റ്റ് പോളിസിക്ക് പുറമെ ഒരു റീജിയണൽ ഹാർമണി പോളിസിയും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ സമാധാന ചർച്ചകളിൽ ഒരു പ്രധാന മധ്യസ്ഥനായി നാം ലാരിജാനിയെ കണ്ടേക്കാം. ഇത് ഇറാന്റെ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാനും ആഗോള വിപണിയിലേക്ക് തിരികെ വരാനും അവരെ സഹായിക്കും. എന്നാൽ ഇസ്രായേലുമായുള്ള നിഴൽ യുദ്ധം ഒരു പൂർണ്ണതയിലേക്ക് നീങ്ങിയാൽ ലാരിജാനിയുടെ തന്ത്രങ്ങൾ വിജയിക്കുമോ? അതേസമയം അലി ലാരിജാനി എന്നത് വെറും ഒരു പേരല്ല എന്നോർക്കണം. അത് ഇറാന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിന്റെ പുതിയ അധ്യായമാകും. വിപ്ലവത്തിന്റെ വീര്യവും നയതന്ത്രത്തിന്റെ തന്ത്രങ്ങളും ഒന്നുചേരുന്ന ഈ നേതാവ് വരും വർഷങ്ങളിൽ മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രം എങ്ങനെ തിരുത്തിയെഴുതുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ അടുത്ത രാഷ്ട്രീയ അധ്യായം ലാരിജാനിയിലൂടെയാണോ എഴുതപ്പെടുന്നത്?